നമസ്കാരം. ഇന്ത്യയുമായി ഉടൻ ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്ന തരത്തിൽ പല പ്രസ്താവനകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഇതുവരെ അന്തിമമായിട്ടില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. കരാറിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% വരെ ഉയർന്ന താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 1 പകരത്തിന് പകരം താരിഫ് നടപ്പാക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. നേരത്തെ ഉടൻ തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ നിലപാടിൽ നിന്നുള്ള ട്രംപിന്റെ വ്യതിചലനമാണ് കാണാൻ കഴിയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിൽ കാര്യമായ വ്യക്തത കുറവുണ്ടെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് പുതിയ പ്രസ്താവന. അവർ 25% തീരുവ നൽകേണ്ടി വരുമെന്നായിരുന്നു ഇന്ത്യയെക്കുറിച്ച് ട്രംപിന്റെ പ്രതികരണം. കഴിഞ്ഞ 2-3 ദിവസമായി സ്കോട്ട്ലൻഡ് യാത്രയിലായിരുന്ന ട്രംപ് തിരിച്ചെത്തിയ ശേഷമാണ് പ്രസ്താവന നടത്തിയത്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ അന്തിമമാക്കിയിട്ടില്ല എന്നും ഡൊണാൾഡ് ട്രംപ് തന്നെ അറിയിക്കുകയുണ്ടായി. ഇന്ത്യ പാക് വെടിനിർത്തൽ സംബന്ധിച്ച അവകാശവാദം വീണ്ടും ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇന്ത്യ എന്റെ സുഹൃത്താണ്. എന്റെ അഭ്യർത്ഥന പ്രകാരം അവർ പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ ഇന്ത്യയുമായുള്ള കരാർ അന്തിമമാക്കിയിട്ടില്ല. ഇന്ത്യ ഒരു നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ ഇന്ത്യ മറ്റ് യാതൊരു രാജ്യത്തെക്കാളും കൂടുതൽ തീരുവ നമ്മിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടെന്നായിരുന്നു 25% തീരുവയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കരാർ അന്തിമമായില്ലെങ്കിൽ തെരഞ്ഞെടുത്ത കയറ്റുമതികൾക്ക് 20% മുതൽ 25% വരെ US തീരുവ ചുമത്താൻ നേരിടാൻ ഇന്ത്യ തയ്യാറാകുകയാണ് എന്നാണ് റിപ്പോർട്ട്. പുതിയ ഇളവുകളിലേക്ക് തിടുക്കം കാട്ടുന്നതിനു പകരം ഓഗസ്റ്റ് പകുതിയോടെ ഒരു US പ്രതിനിധി സംഘം സന്ദർശിക്കുമ്പോൾ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടെ സമഗ്രമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിലേക്ക് നീങ്ങുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നു. ചർച്ചകൾ പോസിറ്റീവ് ആണെങ്കിലും ചില മേഖലകൾ, പ്രത്യേകിച്ച് കൃഷി, ക്ഷീര മേഖല എന്നിവ തർക്ക വിഷയമായി ഇപ്പോഴും തുടരുകയാണ്. സോയാബീൻ, ചോളം തുടങ്ങിയ ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ ഇറക്കുമതിക്കെതിരായ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതാണ് ചർച്ചകൾ തടസ്സമാകുന്നത്. മാത്രമല്ല, അവയുടെ പാൽ ഉൽപ്പന്ന വിപണി തുറക്കാനും ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. 2024 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏകദേശം $129 ബില്യൺ ചരക്കുകളിൽ എത്തും. ഇന്ത്യക്ക് ഏകദേശം $46 ബില്യൺ വ്യാപാര മിച്ചം ലഭിക്കും. അതിനിടയിലാണ് തീരുവ വിഷയം ഉന്നയിച്ച് ട്രംപ് രംഗത്ത് വരുന്നത്. ട്രംപിന്റെ നീക്കം വിജയിച്ചാൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചത്തിൽ ഗണ്യമായ ഇടിവിന് സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.